ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗീതാഞ്ജലി എഴുതിയിരിക്കുന്നൊരു മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഗീതാഞ്ജലി. വയസ്സ് 30 താഴെയാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. ചേച്ചിയുടെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത്. ഞാനും ചേച്ചിയും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ മരണപ്പെടുന്നത്. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മയുടെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ വളർന്നത്. അമ്മ ജോലിക്കൊന്നും പോരുന്നില്ല. അച്ഛൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് കിട്ടുന്ന പെൻഷനായിരുന്നു ഞങ്ങളുടെ വരുമാനം. അതുകൊണ്ട് അല്ലല്ലാതെ ജീവിച്ചു പോയി എന്ന് വെച്ചിട്ട് വലിയ സമ്പന്നരൊന്നുമല്ല. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ആരുടെ മുന്നിൽ ഒരു സഹായത്തിന് പോകരുതെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ജോലിയും കിട്ടി. വേറൊരു ജില്ലയിലാണ് കിട്ടിയത്. പക്ഷേ അമ്മ പറഞ്ഞു, മോളെ, നിൻ്റെ കല്യാണം ഞാൻ ഉടനെ ആലോചിക്കാൻ പോവാണെന്ന്. ചേച്ചി എതിര് പറഞ്ഞെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോൾ അമ്മ തന്നെ കണ്ടെത്തിയ ആളെയാണ് ചേച്ചി കല്യാണം കഴിച്ചത്. അമ്മ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാലുവാണ്. നല്ല സുന്ദരനായ ഒരാളെയാണ് അമ്മ കണ്ടെത്തിയത്. നല്ല തറവാട്ട് മഹിമ, നല്ല ജോലി എല്ലാമുണ്ട്. ചേച്ചിയെയും എന്നെയും അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൗന്ദര്യം അത്യാവശ്യത്തിനുള്ളത് കൊണ്ട് കല്യാണം നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവർക്കാണെങ്കിൽ വലിയ ഡിമാൻഡൊന്നുമില്ല. ചേച്ചിയുടെ സൗന്ദര്യം കണ്ടാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ചേച്ചിയുടെ ഹസ്ബൻഡിനെ കാണാൻ സുന്ദരനായതുകൊണ്ട് എനിക്കും അദ്ദേഹത്തോട് വലിയ ഇംപ്രഷൻ തോന്നി. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചേട്ടനേക്കാൾ സുന്ദരനായ ഒരാളെ വേണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. കാര്യം എപ്പോഴും നമ്മുടെ ചേച്ചിമാരാണല്ലോ നമ്മുടെ ഒരു മാതൃക. അമ്മയും പറയും, എടി, അവനെപ്പോലുള്ളൊരു ചെക്കനെ തന്നെ നിനക്ക് ഞാൻ കണ്ടുപിടിച്ച് തരും. ഇല്ലെങ്കിൽ നിനക്ക് പറ്റിയ ഒരാണിനെ നീ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലും മതി എന്ന് പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ PGക്ക് പോയി മാഡം. പക്ഷേ 1 വർഷം മാത്രമേ പോയുള്ളൂ. എനിക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നീട് ഞാൻ വേറൊരു കോഴ്സ് ചെയ്തു. ചെറിയൊരു ഷോർട്ട് ടൈം കമ്പ്യൂട്ടർ കോഴ്സായിരുന്നു. അതുവഴി എനിക്കൊരു ജോലിയും കിട്ടി. വലിയ വരുമാനമില്ലെങ്കിലും അമ്മയ്ക്കും എനിക്കും കഴിഞ്ഞു പോകാനുള്ളതെല്ലാം ഉണ്ട്. ചേട്ടനും ചേച്ചിയും ഏകദേശം 20-22 കിലോമീറ്റർ അകലെയാണ് താമസം. ചില ദിവസങ്ങളൊക്കെ വരും. കൂടുതൽ സമയവും ചേട്ടനാണ് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. ചേച്ചി അങ്ങനെ വരില്ല. കാരണം ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇത്തിരി വയ്യായകയുണ്ട്. അവിടെ ഹോം നേഴ്സൊക്കെ ഉണ്ടെങ്കിലും ചേച്ചിയുടെ സാന്നിധ്യം അവിടെ വേണം. വലിയ പണിയൊന്നുമില്ലെങ്കിലും അവിടെ തന്നെ നിൽക്കാനാണ് ചേച്ചിക്ക് ഇഷ്ടം. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പിന്നെ ആ അമ്മയ്ക്ക് ചേച്ചി ഭയങ്കര സ്നേഹവുമാണ്. അതുകൊണ്ട് ആ അമ്മയെ വിട്ട് അധികം ഒന്നും ഇങ്ങോട്ട് വരികയില്ല. അതിൽ ഞങ്ങൾക്കാർക്ക് പരിഭവമില്ല. പക്ഷെ ചേട്ടൻ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി നടത്താറുണ്ട്. എനിക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും ചേട്ടൻ വരും. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വരും മാഡം. അങ്ങനെ ഒരു ദിവസം ഞാൻ 4 മണിയായപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ താമസിക്കും, കുറച്ചുകൂടെയൊക്കെ വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന്. ഒത്തിരി രാത്രിയാകുമോ മോളെ, നിൻ്റെ ചേട്ടനെ പറഞ്ഞു വീണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ടമ്മേ, ഞാനൊരു 8-9 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. ഓക്കെ മോളെ എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിക്കുന്ന നേരത്തിന് മുമ്പേ വർക്ക് തീർന്നു മാഡം. ഒരു 7 മണിയായപ്പോഴേക്കും ഞാൻ ഇറങ്ങി. 7:15, 7:20 ആകുമ്പോഴേക്കും വീട്ടിൽ ചെല്ലാം. അന്ന് ചെറിയൊരു മഴയുണ്ടായിരുന്നു. 9 മണി വരെ ഞങ്ങളുടെ ഭാഗത്തേക്ക് ബസ്സുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അന്ന് ഞാൻ നേരത്തെ വന്നിറങ്ങിയല്ലോ. എന്നിട്ട് ഞാൻ വീടിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. കുടയും പിടിച്ച് ഞാൻ നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എൻ്റെ വീടിന് തൊട്ടപ്പുറത്തൊരു ചേച്ചിയുണ്ട്. തനിയാണ് താമസിക്കുന്നത്. മക്കൾ 2 പേരുണ്ട്. അവർ 2 പേരും വിദേശത്താണ് കല്യാണം കഴിച്ച്. ഭർത്താവ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. സമ്പന്നയായ ഒരു സ്ത്രീയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളോടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ്. എന്നോട് ഇത്തിരി വാത്സല്യവുമുണ്ട്. പുള്ളിക്കാരി പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി, ഈ രാത്രി എവിടെ പോയാണെന്ന്. ആ മോളെ, ഞാൻ ദേ സൂപ്പർ മാർക്കറ്റ് വരെ പോവാം, അവിടെ നിൽക്ക്, നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, മോള് ഡയറക്റ്റ് വീട്ടിലേക്കാണോ ഇപ്പോൾ കയറിപ്പോകുന്നത്? ഞാൻ പറഞ്ഞാണെന്ന്. ആ, എങ്കിൽ ഇപ്പോൾ പോകണ്ട, തുടങ്ങിയതേ ഉള്ളൂ, മോളൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. തുടങ്ങിയതേ ഉള്ളെന്നോ? എന്താ പറഞ്ഞത് ചേച്ചി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. അപ്പോൾ ചേച്ചി എന്നെ കൈ പിടിച്ച് റോഡിൻ്റെ ഓരത്തേക്ക് മാറ്റി നിർത്തി. മോൾക്ക് ഒരു കാര്യം അറിയാമോ? മോളുടെ ചേച്ചിയുടെ ഭർത്താവും മോളുടെ അമ്മയും തമ്മിൽ പുറത്ത് പറയാൻ കൊള്ളാത്ത ചില ബന്ധങ്ങളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി എന്ത് വൃത്തികളാണ് ഈ പറയുന്നത്? ഇങ്ങനൊരു കാര്യം എൻ്റെ മുഖത്ത് നോക്കി പറയാൻ ചേച്ചിക്ക് എങ്ങനെ തോന്നി? ചേച്ചിയെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കണ്ടിട്ടുള്ളെന്ന്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, നീ കിടന്ന് ചാടരുത്, നിനക്ക് ആ വീട്ടിൽ ബുദ്ധി കൂടുതലാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. മോളെ, നിൻ്റെ അമ്മയുടെ ബെഡ്റൂം എൻ്റെ ബെഡ്റൂമിൻ്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണാമല്ലോ. നമ്മുടെ വീടുകൾ തമ്മിൽ ഒരു മതിലിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാകും. നീ മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ
തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. നീ പറഞ്ഞത് എന്ത് ഞാൻ കേട്ടോളാം. ചേച്ചി എന്താണെന്ന് വിശദമായിട്ട് പറയൂ. മോളെ, നീ ഇല്ലാത്ത സമയത്ത് മരുമകൻ വരാറുണ്ട്. നിന്റെ അമ്മയും മരുമകനും കൂടി അതിനകത്ത് കയറി അരുതാത്ത കുസൃതികൾ കാണിക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നിന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അധികം ഇങ്ങോട്ട് വരാറില്ലല്ലോ, അവനല്ലേ വരുന്നത്. എനിക്കിതൊന്നും വിശ്വസിക്കാനാവില്ല ചേച്ചി. ചേച്ചി പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ലെന്ന്. എന്നെ നീ വിശ്വസിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യേ. ഇപ്പോൾ അവർ ആ മുറിക്കകത്ത് കയറിയിട്ടുണ്ട്. നീ പമ്മിപ്പോകൂ. എന്നിട്ട് നിനക്ക് പറ്റാവുന്ന പോലെ അവരുടെ മുറിയുടെ പുറകുവശത്ത് ഞങ്ങളുടെ മതിലിനോട് ചേർന്ന് വന്നെന്ന് നീ ഒന്ന് നിൽക്ക്. ഇപ്പം മഴയല്ലേ, നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരറിയുകയില്ല. അകത്തെ ശബ്ദം നിനക്ക് കേൾക്കുകയും ചെയ്യാം. നീ ആ ജനൽപ്പാളിൻ്റെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് നിൽക്ക്. അകത്ത് നടക്കുന്നത് സംഭാഷണങ്ങളാണെങ്കിൽ എന്തായാലും നിനക്ക് മനസ്സിലാകുമല്ലോ. നീ ഒന്ന് കാണാൻ നോക്ക്. ഇല്ലെങ്കിൽ അതൊന്ന് അറിയാൻ ശ്രമിക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് നീ തീരുമാനിക്ക്. ഇപ്പം നിന്നോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പം അത് കണ്ടതുകൊണ്ട് നിനക്കൊരു വാണിംഗ് തന്നാണ്. നീ പെട്ടെന്ന് പോകൂ. പക്ഷേ ആരും അറിയരുത്. പൂച്ചയെപ്പോലെ പമ്മി പതുങ്ങി വേണം പോകാൻ. ചേച്ചി പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ വന്ന് എൻ്റെ മുഖത്ത് നാളെ തല്ലിക്കൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി പെട്ടെന്ന് അങ്ങ് പോയി. ഒരു നിമിഷം എൻ്റെ കാലുകൾ അവിടെ ഉറച്ചു പോയി. മാഡം, മുന്നോട്ടും പോകുന്നില്ല പിന്നോട്ടും പോകുന്നില്ല. ഉള്ളതായിരിക്കുമോ ചേച്ചി പറഞ്ഞത്? ചേച്ചി ഒരു പാവമാണ്, എനിക്കറിയാം. അവരങ്ങനെ ഗോസിപ്പുകളൊന്നും പറയാറില്ല. എങ്കിലും അവർ പറഞ്ഞത് സത്യമാണോ? അമ്മ ഇത്രയും പ്രായമായപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതിനമ്മയ്ക്ക് അത്ര വലിയ പ്രായമായോ? ഇപ്പോഴൊരു ചെറുപ്പമൊക്കെ ഇല്ലേ അമ്മയ്ക്ക്? അമ്മ സുന്ദരിയുമാണ്. ദൈവമേ, എന്തുകൊണ്ടാണ് ഭർത്താവ് മരിച്ചിട്ട് മറ്റൊരു കല്യാണം അമ്മ കഴിക്കാതിരുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ചേട്ടനുമായിട്ട് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. മോനെ മോനെ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം മകനാണെന്നാണ് ഭാവം. പക്ഷേ ഇങ്ങനെയൊന്നുണ്ടോ? എൻ്റെ നെഞ്ച് ഇടിച്ചു. പക്ഷേ ആ സമയത്ത് എനിക്ക് ധൈര്യം കൂടി. ഞാൻ പതുങ്ങി ഒട്ടും ശബ്ദം കേൾക്കാതെ ഗേറ്റ് തുറന്നകത്ത് കയറി മാഡം. എന്നിട്ട് മഴയിൽ കൂടി അമ്മയുടെ ബെഡ്റൂമിൻ്റെ അവിടെ തന്നെ ചെന്ന് നിന്നു. എന്നിട്ട് മഴ കൊള്ളാതെ അവിടുത്തെ ജനലിനോട് ചേർന്ന് ഞാൻ നിന്ന് കാതോർത്തു. അകത്ത് നിന്ന് നല്ല ശബ്ദങ്ങളും സംസാരങ്ങളും ഒക്കെയുണ്ട്. ഇക്ലിപ്പുണ്ട്. അമ്മ ചിരിക്കുകയാണ്. അമ്മേ, എന്താ അമ്മ പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞത്? അപ്പോൾ അമ്മ പറയണം, എടാ ചെക്കാം, അവൾ 8 മണിക്ക് വല്ലതും വരുമായിരിക്കും. 9 മണിയെന്ന് പറഞ്ഞാലും അവൾ ഇത്തിരി നേരത്തെ ഇറങ്ങും. പെട്ടെന്ന് അവൾ വർക്ക് ചെയ്ത് തീർക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് മോനെ, എടാ സമയമില്ല കേട്ടോ. അമ്മ പിന്നെ എന്തിനാണ് വിളിച്ചത്? സമയം എളുപ്പം വിളിച്ചാൽ പോരായിരുന്നോ? ഇന്ന് ഉച്ചയ്ക്ക് വിളിക്കാൻ വയ്യായിരുന്നോ? അപ്പോൾ അവളങ്ങ് ജോലിക്ക് പോയിട്ട് വൈകിട്ടില്ലേ വരികയുള്ളൂ. അമ്മ എന്തിനാ പിന്നെ ധൃതി പിടിച്ച് വിളിച്ചത്? നീ എന്തായി പറഞ്ഞത്? എത്ര നാളായി? 2 ആഴ്ചയായില്ലേ? 2 ആഴ്ചയായിട്ട് നിന്നെ കാണാതെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. അത് പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ? എന്ത് പ്രശ്നമാടാ? എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഈ അമ്മ ഇവിടെ കാത്തിരിക്കുവാണെന്ന് നിനക്കറിയില്ലേ? എന്നെ പരിഗണിക്കാതെ നീ എന്തായി കാണിക്കുന്നത്? ശരിയല്ല. നിനക്കിപ്പം എന്നേക്കാൾ ഇഷ്ടം എൻ്റെ മോളെയാണെന്ന്. അമ്മ എന്ന് ചുമ്മാതിരിക്കെ. എനിക്ക് 2 പേരും തുല്യരാണ്. അമ്മയെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് നമുക്കറിയില്ലേ? എനിക്കറിയാവിടാ കുട്ട. പക്ഷേ ഈ ഗ്യാപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 2 ആഴ്ച, ഒരാഴ്ച നിനക്കിടയ്ക്കിടയ്ക്ക് വന്നുകൂടെ? അമ്മേ, അങ്ങനെ അങ്ങ് വന്നു കഴിഞ്ഞാൽ റിസ്ക് അല്ലേ? അവളില്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ എനിക്ക് വരാം. എന്നാലും അത് ചിലപ്പോൾ റിസ്ക് ആകും. എന്ത് റിസ്ക്കാ? ഒരു കുഴപ്പമില്ല, അവൾ എന്തായാലും 6 മണിയാകാതെ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറയുകയാണ്, അമ്മ എന്തിനാണ് തുടങ്ങുമ്പോഴേക്കും സെൻറ്റിമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് കലഹിക്കുന്നത്? അപ്പോൾ ഉള്ള മൂടുകൂടി പോകില്ലേ? വരുമ്പോൾ തന്നെ പറയുകയാണ്, അരമണിക്കൂറിൽ പോകണം, തീർക്കണം എന്നൊക്കെ. അതൊക്കെ സ്ട്രെസ്സാമേ. അങ്ങനെ പറയരുത്. സമയമുള്ളപ്പോൾ അമ്മ വിളിച്ചാൽ പോരായിരുന്നു. എന്തിനാണ് ഇപ്പം എന്നെ കൊണ്ട് വിളിച്ചത്? ഇതാ ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എടാ, ആണെന്ന് പറയുമ്പോൾ സമയക്കുറവുള്ളപ്പോഴും സമയമുള്ളപ്പോഴും എല്ലാം അവൻ ക്യാപ്സ്യൂൾ പോലെ ആയിരിക്കണം. ക്യാപ്സ്യൂളോ? അതേടാ, എല്ലാം അടങ്ങിയിരിക്കുന്നവനാകണം അവൻ. ഏത് സമയത്തും ഒരു സ്ത്രീയോട് കൂടുതൽ അടുത്തിടപഴകാൻ കഴിവുള്ളവനായിരിക്കണം. മനസ്സിലായ കുട്ട? എൻ്റെ അമ്മേ, ഇപ്പം ഇനി നമുക്ക് എത്ര സമയമുണ്ട് എന്ന് ചോദിക്കുന്നു. ഒരു കുഴപ്പമില്ലടാ, അവളെ 9 മണി 8:30 ഒക്കെ ആയിട്ടേ വരികയുള്ളൂ. നമുക്ക് സമയമുണ്ടടാ. നിനക്കിപ്പോൾ എന്തിനു കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ ഇത് ശരിയാക്കി തരാം. ഏതുറങ്ങിക്കിടക്കുന്ന കൊലകൊമ്പനെയും ഗർജിക്കുന്ന സിംഹമാക്കി മാറ്റുന്നവളായി അമ്മ എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ അവ്യക്തമായിട്ട് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന അണ്ണാറക്കണ്ണൻ അലയ്ക്കുന്നത് പോലെയുള്ള ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അകത്ത് നടക്കുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാനേ പറ്റുകയുള്ളൂ. എല്ലാവരും ഇത്തരം സിറ്റുവേഷനിൽ ഒളിഞ്ഞു നിൽക്കുകയുള്ളൂ. ഇടയ്ക്ക് തടസ്സപ്പെടുത്താൻ പോകില്ല. പക്ഷേ എൻ്റെ സ്വഭാവം നേരെ മറിച്ചായിരുന്നു മാഡം. കുറേ നേരം മാത്രമേ എനിക്കവിടെ അടങ്ങി നിൽക്കാൻ സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെൽ അടിച്ചു.
പെട്ടെന്ന് അകത്ത് എന്തൊരു ശബ്ദം കേട്ടു. എന്തായാലും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്ന് തുറന്നു തന്നു. അതിന് പുറകിൽ ചേട്ടൻ സോഫയിൽ പത്രമൊക്കെ നോക്കിയിരിക്കുന്നു. മാഡം, എനിക്ക് മനസ്സിലായി പെട്ടെന്ന് അവർ 2 പേരും കൂടി ഏതോ അങ്കലാപ്പിൽ വന്നിരുന്നാണെന്നും. ആ, നീ എന്താടി ഇത്ര നേരത്തെ വന്നത്? 8:30-ക്കല്ലേ വരുമെന്ന് പറഞ്ഞെന്ന്. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം നേരത്തെ വന്നത്, പ്രശ്നമായെന്ന് ചോദിച്ചു. അമ്മയപ്പം എന്നെ അടിപിടി നോക്കിയിട്ട്, നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നത്? ചേട്ടൻ വിളിക്കുന്നത് കണ്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു കണ്ടെന്നും. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടനെ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ റൂം ഒന്ന് ചേർത്തടച്ചിട്ട് 2 പേരെ നോക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ വാതിലിൻ്റെ വിടവിലൂടെ ഞാനൊന്ന് നോക്കി. അപ്പോഴുണ്ട് ചേട്ടൻ അവിടെ ഇരിക്കുകയാണ്, അമ്മ നിൽക്കുകയാണ്. 2 പേരും ഒന്നും സംസാരിക്കുന്നില്ല. കൈകൾ കൊണ്ട് എന്തോ ആംഗ്യം കാണിക്കുന്നു. ഞാൻ കണ്ടുപിടിച്ചെന്നോ മനസ്സിലാക്കിയെന്നോ വല്ലോ ആണോന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ സമാധാനിപ്പിക്കുന്നു, തലയിൽ തലോടി. അവളൊന്നും അറിഞ്ഞിട്ടില്ല, ഭാഗ്യം, രക്ഷപ്പെട്ടെന്നുള്ള രീതിയിലൊക്കെ. കൊള്ളാം 2 പേരുടെ നാടകം. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വന്ന് എന്നെ മുട്ട വിളിച്ചു. മോളെ, ചേട്ടൻ പോവുകയാണേ, അമ്മ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിരുന്നു, അത് കൊണ്ടു കൊടുക്കാമെന്നാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഉടനെ തന്നെ റൂം വന്നിട്ട് ഓക്കെ ഏട്ടാ, ഞാനൊന്ന് ഡ്രസ്സ് മാറി കുളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് പോയി. ഞാൻ സാവകാശം ബാത്റൂമിൽ നിന്ന് കുളിച്ച് അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പോഴേക്കും അമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹം. നീ ഇത്രയും നേരത്തെ വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ മോളെ, നീ അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ അവൻ വരില്ലേ, അവനെ വിളിക്കണ്ടേ, മഴ പെയ്യുകയല്ലേ പുറത്ത്. ഞാൻ പറഞ്ഞു, മഴ പെയ്താൽ എന്താ, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ 100 മീറ്റർ ദൂരമല്ലേ ഉള്ളൂ, അതിലൊന്നൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്ത് സാധനമാണ് ചേട്ടൻ തന്നത്? ആ സാധനം എന്നെ ഒന്ന് കാണിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്ത് സാധനം? അല്ല, ചേട്ടൻ പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞിട്ട് എന്തോ സാധനം കൊണ്ടുതരാൻ വേണ്ടി വന്നതാണെന്ന്. ആ സാധനം എനിക്കും കിട്ടുമോ, അതോ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ? ആ സാധനം അമ്മ എന്നെ കാണിക്കില്ലേ എന്ന് ഞാൻ കളിയാക്കി ചോദിച്ചു. അമ്മയുടനെ ദേഷ്യപ്പെട്ടെന്നോട് ചോദിച്ചു, നീ തൊടി ഒരുമാതിരി മിമിക്രിക്കാരൊക്കെ കാണിക്കുന്ന പോലെ അഭിനയിച്ച് എന്നോട് ഓരോന്നൊക്കെ ചോദിക്കുന്നത്. അവനാണെങ്കിൽ എൻ്റെ പ്രഷറിൻ്റെ മരുന്നും ചില ആയുർവേദ മരുന്നും കൊണ്ട് വന്നതാണ്, അതാ അവൻ സാധനം എന്ന് പറഞ്ഞേ. എന്നിട്ട് അമ്മയുടെ പ്രഷർ കൂടിയോ കുറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ എൻ്റെ അടുത്ത് വന്ന് കൈ ഓങ്ങി. നീ അനാവശ്യമായിട്ട് എന്തോ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു, നീ എന്താണ് ഉദ്ദേശിച്ച് സംസാരിക്കുന്നത്? എന്നെ കളിയാക്കി നീ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കളിയാക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ കളിയാക്കിയത്. ഞാനേ ഇത്തിരി നേരത്തെ വന്നതാണ്. വന്ന് മഴ നനഞ്ഞ് അമ്മയുടെ മുറിയുടെ ജനലിൻ്റെ പുറത്ത് ഞാനുണ്ടായിരുന്നു. പുറത്തന്നെ നിൽക്കുകയായിരുന്നു. കാതുകൾ ജനലിനോട് ചേർത്ത്. അകത്ത് നടന്ന സംഭാഷണങ്ങളിൽ 90% ഞാൻ കേട്ടു. ഈ മുതപ്രായത്തിലുള്ള അമ്മയുടെ കൊഞ്ചലും കുഴച്ചിലും പരിഭവങ്ങളും കരച്ചിലും മറ്റ് ചില ശബ്ദങ്ങളുമൊക്കെ ഞാൻ നന്നായിട്ട് കേട്ടു. അമ്മ ഇത്രയും കാലം വെറുതെ ഇരുന്നത് വല്ലാത്ത കഷ്ടമായിപ്പോയി. അമ്മ വല്ല ക്രെയിനും കൊണ്ട് ഉയർത്തിയെടുക്കുന്ന പണിക്ക് പോയായിരുന്നെങ്കിൽ നല്ല വരുമാനം കിട്ടിയേനെ എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ പച്ചത്തെറി വിളിച്ചു. എടി, സ്വന്തം അമ്മയെ കളിയാക്കാനും കാര്യങ്ങൾ ഒളിഞ്ഞെന്ന് കണ്ടുപിടിക്കാനും നീ എപ്പോഴാടി പഠിച്ചത്? നിന്നെ ഞാൻ അങ്ങനെയാണോ വളർത്തിയത്? ഞാൻ പറഞ്ഞു, എന്നെ അങ്ങനെയല്ല വളർത്തിയത്. പക്ഷേ അടുത്തുള്ള വീട്ടുകാരെ വരെ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, മോളെ നീ പതുക്കെ പതുക്കെ നടന്നു പോയാൽ മതി, അകത്തെ കാര്യങ്ങൾ തുടങ്ങുന്നേ ഉള്ളെന്ന്. ആരാടി പറഞ്ഞത്? ആരാന്ന് പറഞ്ഞ് അമ്മ ചേറി. ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമ്മയുടെ ഈ പേക്കൂത്തുകളൊക്കെ നാട്ടുകാർക്കിപ്പോൾ അറിയാം. പതുക്കെ പതുക്കെ ഇതെല്ലാവരും അറിയും. അതോടുകൂടി അമ്മയുടെ മൂത്ത മോളും അറിയും, അമ്മയുടെ വീട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അറിയും, നാട്ടുകാർ പറയും. അമ്മയ്ക്ക് പിന്നെ തലയിൽ തോർത്തിട്ട് പുറത്തിറങ്ങേണ്ട സ്ഥിതിയാകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങ് പേടിച്ചു. എടി, ഞാൻ എനിക്കറിയാതെ പറ്റിപ്പോയതാണ്. അവനടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് വീണതാണ്. അവനെന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലല്ലോ. നിങ്ങൾ 2 പേരെ ഞാൻ നല്ലതായിട്ടല്ലേ വളർത്തിയത്. എടി പ്ലീസ്, നീ ഇത് അവളോടൊന്നും പറയരുത്, പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനെന്തിനാണ് പറഞ്ഞത്? ഇത് നാട്ടുകാർ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ 100 പേര് അറിഞ്ഞതിന് തുല്യമാണ്. പതുക്കെ പതുക്കെ ഇത് ചേച്ചിയുടെ കാതിലും എത്തുമെന്ന്. അപ്പോഴേക്കും അമ്മ കരഞ്ഞു പറഞ്ഞു, എടി അങ്ങനെയല്ല, എനിക്ക് സംഭവിച്ചു പോയതാണ്, നീ ആരോടും പറയല്ലേ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല പ്ലീസ്. നിന്നോട് ആരാ പറഞ്ഞെങ്കിൽ നീ അവരോട് പറയണം. അങ്ങനെയല്ല, ഒരു കുഴപ്പവുമില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. അമ്മ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഊർജ്ജമുള്ളവളാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ സെൻറ്റിമെൻറ്റ്സും കണ്ണീരുമായിട്ടിരുന്ന് പറഞ്ഞു, മോളെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേടി, എങ്ങനെയെങ്കിലും അതങ്ങ് മറക്കാൻ ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് തലവേദനയല്ല, കാരണം എനിക്കിപ്പോൾ അമ്മയ്ക്ക് എന്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സഹിക്കാൻ പറ്റിയേക്കും.
പക്ഷേ പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇനിയില്ല മോളെ, ഇനിയില്ലെന്ന് പറഞ്ഞു. അമ്മേ, എന്തായാലും സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് മാഡം? കിടന്നലറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നാട്ടുകാർ അറിയും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും പിന്നീട് അവർ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അപ്പുറത്ത് ചേച്ചി പറയുന്നത്. കാര്യം പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എന്താണോ അവിടെ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോകും, ഇല്ലെങ്കിൽ അമ്മയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ആ ചേച്ചി ആയതുകൊണ്ട് മറ്റുള്ളവരോട് പറയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവർ കുറച്ചൊക്കെ നല്ലവരാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പേരുദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മാഡം. അങ്ങനെ അവരത് മാനേജ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ കല്യാണം നോക്കി കഴിഞ്ഞപ്പോഴേക്കും നടക്കുന്നില്ല മാഡം. അമ്മയപ്പോൾ പല സമയത്തും പറയും, ഓ നിനക്കാണെങ്കിൽ എന്താ കൊച്ചെ കല്യാണം നടക്കാത്തത്, നിൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചത്, നിൻ്റെ ചേച്ചിയേക്കാൾ ഇപ്പോൾ നീ നല്ല സുന്ദരിയാണ്, നിന്നെ വന്ന ആളുകൾ കൊത്തിക്കൊണ്ട് പോകുന്ന എനിക്ക് തോന്നിയത്, നീ എന്താണ് എഴുത്തിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറെ കൂടി സാന്ദ്രത്തോടുകൂടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും എനിക്ക് പ്രേമവും വന്നില്ല, നല്ലൊരു ആലോചനയും വന്നില്ല മാഡം. പക്ഷേ ഏകദേശം 1.5 വർഷത്തിന് മുമ്പാണ് ജാതകമൊക്കെ നോക്കിയിട്ട് എനിക്ക് പറ്റിയ ഒരാൾ വന്നത്. അങ്ങനെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതുവരെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പക്ഷേ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ചേട്ടൻ എന്നോട് കുറച്ച് അകലം പാലിച്ചു. പിന്നീടെല്ലാം നന്നായിട്ട് പോയി. ചേച്ചിക്ക് കുട്ടികളുമുണ്ടായി, പ്രശ്നങ്ങളൊന്നുമില്ലായിരിക്കായിരുന്നു. പിന്നെ പറഞ്ഞതുപോലെ 1.5 വർഷത്തിന് മുമ്പാണ് എൻ്റെ കല്യാണം നടന്നത്. അതിനെല്ലാം മുൻകൈ എടുത്തത് അമ്മയും ചേട്ടനും ഒക്കെയായിരുന്നു മാഡം. നല്ലൊരാൾ, കാണാൻ എനിക്കിഷ്ടപ്പെട്ട ആളിനെയാണ് അമ്മ സെലക്ട് ചെയ്ത് തന്നത്. ജാതകവും ചേരും, അവരുടെ വീട്ടുകാരും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാഡം, കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. നല്ല സ്നേഹമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പുള്ളി വാങ്ങിച്ചു തരും, അതൊക്കെയാണ്. പക്ഷേ പുള്ളിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ABCD അറിയില്ല എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. ആദ്യമൊക്കെ 2-3 ആഴ്ച ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒഴിഞ്ഞു മാറി. അവസാനം പ്രശ്നമുണ്ടാക്കേണ്ടി വന്നു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമുക്കത് ശരിയാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന നടത്തി മാഡം. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. നമ്മൾ സാധാരണ പടത്തിലും വീഡിയോയിലൊക്കെ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയൊന്നുമല്ല. എന്തൊക്കെയോ ഒരു ഷേപ്പൊന്നുമില്ലാതെ കൂടി ചേർന്നിരിക്കുന്ന രീതിയിലേക്കുള്ള എന്തോ നമ്മൾ കാണുമ്പോൾ ഒരു പേടി തോന്നുന്ന രീതിയാണ് സുന്ദരനായ ആ ഒരു മനുഷ്യരിൽ എനിക്ക് ദർശിക്കാനായത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി മാഡം. 2 ആഴ്ച ഞാൻ അദ്ദേഹത്തോട് അടുത്ത് പെരുമാറുകയോ മിണ്ടുകയോ ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു. ആ സമയത്ത് യൂട്യൂബിൽ ഞാൻ പല ചാനലുകൾ നോക്കി. മാഡത്തിൻ്റെ ചാനലും ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തീരുമാനമെടുത്തു പുള്ളിയെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ജനനസമയത്തുണ്ടായ ചില തകരാറുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻ്റ് ഒന്നും കറക്റ്റായിട്ട് ആയിട്ടില്ല, ചില പ്രശ്നങ്ങളുണ്ട്, 1-2 സർജറിയെങ്കിലും വേണ്ടി വരുമെന്ന് യൂറോളജിസ്റ്റ് പറഞ്ഞു മാഡം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് ഭയങ്കര വെപ്രാളവും പരിവേശവും ഒക്കെ. പുള്ളിക്കാരൻ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ശരിയാകാൻ തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചത് ഓക്കെയാണ്, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കാര്യമാണ്, പിന്നെ എങ്ങനെയാണ് ഓക്കെയാണ് മുന്നോട്ട് പോകുന്ന നിങ്ങൾ വിചാരിച്ചെന്ന്. അപ്പോൾ അങ്ങനെ പറയുകയാണ്, എൻ്റെ സ്വയം കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു, സ്വയം കാര്യങ്ങളല്ലല്ലോ വേറൊരു പെണ്ണെ കല്യാണം കഴിക്കുമ്പോൾ, ഇതൊക്കെ പറഞ്ഞ് പിന്നെയും തർക്കമായി. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു, നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം, നിനക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു കാര്യം നല്ലതാണെന്ന് വിചാരിച്ചു മാഡം. അമ്മയുടെ കാര്യങ്ങളാണല്ലോ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ എനിക്ക് ചേച്ചിയോട് പറയാൻ പറ്റില്ല. അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി കറക്റ്റാണ്, പക്ഷേ ഭർത്താവിനെ ഉപേക്ഷിക്കണോ? ഇനിയിപ്പം നിനക്ക് മനസ്സിനെ പിടിച്ചൊരാളെ കണ്ടുകിട്ടാൻ വലിയ പാടായിരിക്കും. 2ാം ഘട്ടമാണ്, വല്ല കളവന്മാരുമായിരിക്കും വരിക. ഞാൻ ചോദിച്ചു, ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു, അവനെക്കൊണ്ട് നമുക്ക് സർജറിക്കോ മറ്റ് ചികിത്സയ്ക്കോ സമ്മതിപ്പിക്കാം, ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളിക്ക് നാണക്കേട് പേടിയൊക്കെയാണ്, വീട്ടുകാരൊക്കെ അറിയില്ലെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും കൂടെ മറ്റൊരു സിറ്റിയിൽ മാറുന്നിട്ട് എല്ലാം ശരിയാക്കി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്ലാൻ ഇട്ടു. അതെൻ്റെ ഭർത്താവ് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ട്രാൻസ്ഫറൊക്കെ കിട്ടണമെങ്കിൽ ഏകദേശം 1 വർഷം കൂടി കഴിയും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടീ നിന്ന് വെയിറ്റ് ചെയ്യുക, നല്ല സ്നേഹമുള്ളവനല്ലേ എന്ന്. ഞാൻ ആ ത്യാഗവും ഏറ്റെടുത്തു. ആ സമയത്ത് അമ്മ എന്നോട് കൂടുതൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അമ്മ പറഞ്ഞു, എടീ ഓരോ മനുഷ്യർക്കും സ്നേഹത്തിൻ്റെയും
പരിചരണത്തിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ബന്ധമേതാ മുറയേതാ എന്നൊന്നും നോക്കില്ല. അങ്ങനെയാണ് എൻ്റെ മകളുടെ ഭർത്താവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായത്. അതുമാത്രമല്ല, അവൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാതെ തന്നെ അവൻ എൻ്റെ അരികിലേക്ക് വന്നതുകൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചതെന്ന്. ഞാനപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മേ അന്ന് ആ ബന്ധം ഉണ്ടായിരുന്നു, പിന്നീട് അമ്മ അത് നിർത്തിയില്ലെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മ പൊട്ടിച്ചിരിച്ചു. എടി, രണ്ടു പേര് തമ്മിൽ സെറ്റായി കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നിർത്തില്ല. പിന്നെ നീ പറഞ്ഞതുപോലെ മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു പല സ്ഥലത്തും വെച്ച് ഞങ്ങൾ സന്ധിച്ചിരുന്നു എന്ന് പറഞ്ഞു. അമ്മയൊരു മിടിക്ക് തന്നെ. അതിനിടയ്ക്ക് അമ്മയോട് പറഞ്ഞു, മോളെ തൽക്കാലം ഞാൻ ചേട്ടനെ നിനക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻസ് ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന്. അമ്മ എന്താ പറഞ്ഞത്? അത് ശരിയാകില്ല. അപ്പം അമ്മ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവൻ നല്ല ജില്ല് നിൽക്കുന്നവനാണ്. അവന് ഈ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റാണ്. ഞാനാണെങ്കിലും നീ ആണെങ്കിലും അവനോട് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് വെച്ചിട്ട് നിൻ്റെ കാര്യങ്ങളിൽ അവൻ ഇടപെടുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. ഈ കാര്യം ഞാൻ അവനോട് പറയാൻ പോയാണെന്നും. ഞാൻ പറഞ്ഞു വേണ്ട, ശരിയാവില്ലെന്ന്. അമ്മ പറഞ്ഞു ശരിയാകും, ഒരു കുഴപ്പമില്ല, നീ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നാൽ മതി. ഭർത്താവിനോടൊപ്പം നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇനി ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ദൂരെ എവിടെയെങ്കിലും പോയി ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ നിന്നു. അമ്മ തന്നെയാണ് എന്നെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ് കൊതിപ്പിച്ചത്. പിന്നെ അമ്മയും ചേട്ടനും ഞാനും കൂടി ഇരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഇപ്പം 2 കുട്ടികളുള്ളതുകൊണ്ട് ചേച്ചി നല്ല ബിസിയാണേ. അപ്പോഴേക്കും ചേട്ടനോട് പറഞ്ഞു, മോൾക്ക് കുഴപ്പമില്ലെങ്കിൽ ചേട്ടൻ സഹായിക്കാമെന്ന്. വേണ്ടത് ഞാൻ പറഞ്ഞെങ്കിലും അമ്മ പറഞ്ഞു, എടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൂത്തരച്ച് നിന്ന് പോകും. നിനക്കാണെങ്കിൽ ആണുങ്ങളെ ഒന്ന് വളച്ചെടുക്കാനുള്ള യാതൊരു മിടുക്കുമില്ല. അപ്പോൾ നീ ഈ വഴുതിനെ ഓപ്റ്റ് ചെയ്യൂ പ്ലീസ് മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം വൈകുന്നേരം മണിയറ ഒരുക്കി. അമ്മ പറഞ്ഞു, എന്തായാലും നിൻ്റെ ഭർത്താവിൽ നിന്ന് നിനക്കൊന്നുമില്ല, ഇവിടെ ട്രഡീഷണലായിട്ടെല്ലാം നടന്നോട്ടെ എന്ന് പറഞ്ഞ് സെറ്റ് സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പാലം തന്നാണ് ചേട്ടൻ്റെ അടുത്തേക്ക് എന്നെ കടത്തി വിട്ടത്. അന്ന് ചേട്ടൻ എവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു മാഡം. അമ്മ പറഞ്ഞതിൻ്റെ പൊരുളും കനവും അന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞൊഴുകി രാത്രിയായിരുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തിൽ അലറിക്കരഞ്ഞു പോയി. സന്തോഷതാണ്ഡവം എൻ്റെ ഉള്ളിലൂടെ ഒഴുകുകയായിരുന്നു മാഡം. എനിക്ക് അപ്പോൾ മനസ്സിലായി, ചേട്ടനെന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യ സ്വത്ത് മാത്രമല്ല, പൊതു സ്വത്താണെങ്കിൽ പോലും ചേട്ടൻ ഒരൊന്നൊന്നര ആണാണെന്ന്. അമ്മ മോഹിച്ചതിന് തെറ്റില്ല, ചേച്ചി ചേട്ടനെ അധികമായി സ്നേഹിക്കുന്നതിന് തെറ്റില്ല, ഞാൻ ഇനിയും ചേട്ടനെ വിളിച്ചു വരുന്നതിന് തെറ്റില്ല. കാര്യം ആണ്, അയാൾക്ക് ആണത്തമുണ്ടെങ്കിൽ എലി അങ്ങ് പാലക്കാട്ടൊന്ന് വരികയോ, അങ്ങനെയല്ലല്ലോ പഴഞ്ചൊല്ല്. എന്ത് കുന്തെങ്കിലും ആകട്ടെ, അങ്ങനെ വിചാരിച്ച് പിന്നെയും ഞങ്ങൾ നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോവുകയാണ്. അമ്മ, ഞാൻ, ചേച്ചി, എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ചേട്ടൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കും. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കാറില്ല, വഴക്കമുണ്ടാകാറില്ല. ട്രാൻസ്ഫർ ആകുമ്പോൾ മറ്റു കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അമ്മ പറഞ്ഞത്, ഒരിക്കലും വിവാഹബന്ധം ഉപേക്ഷിക്കരുത്, പ്രശ്നമൊന്നുമില്ല, ശരിയാക്കിയെടുക്കാം, ബാക്കി ഇവിടെയെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്ത് പോകുമെന്നാണ്. മാഡം, ഇവിടെ ഞാൻ ഭർത്താവിനെ വഞ്ചിച്ചോ? സത്യം പറഞ്ഞാൽ ഭർത്താവ് എന്നെയല്ലേ വഞ്ചിച്ചത്? പിന്നെ ശസ്ത്രക്രിയയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം മെച്ചപ്പെടുമോ മാഡം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ ഭർത്താവ് വഞ്ചിച്ചോ, നിങ്ങൾ ഭർത്താവിനെ വഞ്ചിച്ചോ എന്നൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളും നിങ്ങളുടെ അമ്മയും എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളുടെ ചേച്ചിയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിനകത്തെ ഫണ്ണി ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ആകട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്ത് കാണിച്ചാലും അവനവൻ്റെ റിസ്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ, ഇതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. ഇനിയിപ്പോൾ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെഡിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ ഒന്നും പറയാൻ പറ്റില്ല. സ്കാൻ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ജനിച്ചപ്പോഴേ ഉണ്ടായ അവസ്ഥ, ഇത്തരം ഡീറ്റെയിൽസ് അറിയാതെ എങ്ങനെ മറുപടി പറയുക. എന്തായാലും ഭർത്താവിനെ ഉപേക്ഷിക്കുന്നില്ല എന്ന അമ്മയും മോളും കൂടെ തീരുമാനമെടുത്തത് നല്ല കാര്യമാണ്. കാര്യം എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉപേക്ഷിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല. പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഏത് തെറ്റ് ഏത് ശരിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ തെറ്റ് ഇതിനകത്ത്, നിങ്ങൾ ചേച്ചിയെ വധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വേറെ എത്രയോ ആണുങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നു, അവരെ ആരെയും നോക്കാതെ വീട്ടിലുള്ള ആണുങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലൊന്നും എനിക്കൊരിക്കലും യോജിപ്പില്ല. മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് വല്ല അയച്ചു തന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം, അത്രയേ ഉള്ളൂ.